മക്കളെ, റെയിൽവേ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും മാർച്ച് 9 എന്ന തീയതി മറക്കരുത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അന്നാണ് ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യാം. 10 മിനിറ്റ് മതി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്ലൈ ചെയ്യാത്തവരൊക്കെ അത് പെട്ടെന്ന് പോയി കണ്ടിട്ട് ഓടിപ്പോയി അപ്ലൈ ചെയ്തേക്കാം. ഓക്കെ, മാർച്ച് 9 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. രണ്ട്, ഈ മാർച്ച് 9 ഈ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി സൂപ്പർ നോട്ട്സ് ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, അഗ്നി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഏറ്റവും നല്ല ക്ലാസ് കിട്ടിയിരിക്കും, ഏറ്റവും നല്ല നോട്ട്സ് കിട്ടിയിരിക്കും, ഏറ്റവും നല്ല മെന്റർഷിപ്പ് കിട്ടിയിരിക്കും. മാത്രമല്ല എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് ഒരു മോട്ടിവേഷൻ സെഷനും അവിടെ കാണാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് മുമ്പോട്ട് പോവാം. ഒന്ന് ആലോചിച്ച് നോക്കേ, 22,195 വേക്കൻസിയാണ് ഇന്ന് ഗ്രൂപ്പ് ഡിക്ക് ഉള്ളത്. അതൊരു ചെറിയ വേക്കൻസി അല്ല. NTPC ഗ്രാജുവേറ്റും NTPC അണ്ടർ ഗ്രാജുവേറ്റും കൂടെ ചേർത്തെടുക്കുകയാണെങ്കിൽ 8,800 വേക്കൻസി മാത്രമുള്ളപ്പോൾ അതിന്റെ 3 മടങ്ങ് വേക്കൻസിയിലാണ് ഇപ്പൊ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. വെറും 10ാം ക്ലാസ് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, +2 ഉണ്ടെങ്കിൽ, ഡിപ്ലോമ ഉണ്ടെങ്കിൽ, BTech ഉണ്ടെങ്കിൽ, ഡിഗ്രി ഉണ്ടെങ്കിൽ, കയറുന്ന അന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി പ്രൊമോഷൻ കിട്ടി മേലോട്ട് പോകാം. കയറുന്ന സമയത്ത് തന്നെ 40,000 പ്ലസ് സാലറിനാണ് നിങ്ങൾ പ്ലേസ്ഡ് ആവാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് കേരള PSC നടത്തുന്ന ഏറ്റവും ഗ്ലാമറസ് പോസ്റ്റ് ആയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ജോലി കയറിയാൽ നിങ്ങൾക്ക് അവിടെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന സാലറി 36,000 ആയിരിക്കും. പക്ഷേ ഇവിടെ 40,000 പ്ലസ് സാലറിയിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ പ്ലേസ്ഡ് ആവാൻ പറ്റും. ഒരു 3 മാസം മാറ്റിവെക്കാൻ റെഡിയാണോ? സിലബസ് നോക്കുകയാണെങ്കിൽ മാത്സ്, റീസണിങ്, സയൻസ്, കറണ്ട് അഫയേഴ്സ് ഇത്രയും മാത്രം പഠിച്ചാൽ മതി. നമുക്ക് 3 മാസം മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ 2027 നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് മാറും. മാത്രമല്ല, ക്വസ്റ്റ്യൻസിന്റെ നിലവാരം നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് നിലവാരത്തിലാണ് ക്വസ്റ്റ്യൻസ് മൊത്തം വരുന്നത്. വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. നമ്മളിപ്പോ SSC എക്സാംസ് നോക്കുകയാണെങ്കിൽ വെണ്ടർ മാറിയതോടുകൂടി ക്വസ്റ്റ്യൻസിന്റെ റേഞ്ച് മാറി, പ്രശ്നങ്ങളായി, ബാക്കിയെല്ലാമായി. ഇനി NTPC നോക്കുകയാണെങ്കിൽ പോലും കുറച്ചും കൂടെ ഹൈ റേഞ്ചിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ ഗ്രൂപ്പ് ഡി ഒരു ഫിസിക്കലുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് നിലവാരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മാത്രമല്ല, കട്ട് ഓഫ് ഒരു 70, 72 ആ റേഞ്ച് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. സോ ഒരു 3 മാസം ഞങ്ങളുടെ കൂടെ മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ 2027 നിങ്ങൾ സർവീസിൽ കയറിയിരിക്കും. സോ മാർച്ച് 9 എന്ന ഡേറ്റ് മറക്കണ്ട. അന്ന് വൈകുന്നേരം 5 മണിക്ക് നമുക്ക് ക്ലാസ്സിൽ കാണാം. ഒരു ഓറിയന്റേഷനോട് കൂടി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെയുള്ള ഗൂഗിൾ ഫോം നിങ്ങൾ ഫിൽ ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. അല്ല എങ്കിൽ 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. മാർച്ച് 9 ക്ലാസ്സിൽ കാണാം.